ഈ ഫിഷൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരു മെയിൻ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയിരിക്കും അല്ലേ ഈ മീനിൻ്റെ തലക്കറി. ഈ തലക്കറി നല്ല വറ്റിച്ച് അങ്ങോട്ട് വെച്ച് കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക. എൻ്റെ പൊന്നോ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഫിഷ് വാങ്ങാൻ പോയപ്പോഴാണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ തല. രണ്ടും കൂടി ഏകദേശം ഒരു 2 കിലോനടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ. കട്ട് ചെയ്ത് വാങ്ങി. തല അങ്ങനെ കട്ട് ചെയ്തില്ല, തല അങ്ങനെ തന്നെ 2 തലയും അങ്ങനെ തന്നെ വാങ്ങിച്ചു. സൈഡിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു. നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കണം. വെള്ളത്തിൽ ആ ചോരയുടെ ഒരു മയം ഉണ്ടാവും, ആ ചോരമയം പോണ വരെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് അടിപൊളി ഒരു തലക്കറി വെക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് പോകാം. വെൽക്കം ടു ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ ഞാൻ തലയൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു കൈയുടെ വലുപ്പമുള്ള തലയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ തല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മജ്ജയൊക്കെ തെറിച്ചു പോകും, പിന്നെ നമുക്കത് കൊള്ളില്ല. ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചു. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് അരിഞ്ഞു വെക്കാം. അത് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. മീഡിയം സൈസ് തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. എനിക്ക് ഇത്തിരി എരിവ് വേണം തലക്കറി വെക്കുമ്പോൾ, അതാണല്ലോ അതിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, നല്ലതുപോലെ നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമല്ല കേട്ടോ, നോർമൽ വെള്ളത്തിൽ. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഐറ്റംസൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മളുടെ തലയും സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിലേക്കൊരു പേസ്റ്റ് വേണം നമ്മളുടെ മസാല ഉണ്ടാക്കണം. അതിന് 1.5 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 2-3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി നമ്മളിട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അത് ഇട്ടിട്ട് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടിയും കൂടി ഇത്തിരി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. നമുക്ക് നല്ലപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത്, നല്ല ഉണ്ട പോലെ ഇങ്ങനെ അരച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ട പിടിച്ച് വയ്ക്കൂലേ, ആ ഒരു പരുവത്തിലേക്കാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കറി വെക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ മൂപ്പിക്കുന്ന സമയത്ത് മസാല കരിഞ്ഞു പോകത്തില്ല. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കറിക്കൊരു കൊഴുപ്പും കിട്ടും. ചട്ടി ചൂടായി ഞാൻ അതിനകത്തേക്ക് കടുകും ഉലുവയും ഇട്ടിട്ടുണ്ട്. അപ്പം ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഒരു 100-150 ഗ്രാമിനടുത്ത് ചെറിയ ഉള്ളി ഉണ്ട്. ചെറിയ ഉള്ളി എത്ര കൂടിയാലും ടേസ്റ്റാണ് കേട്ടോ, പക്ഷേ ഒത്തിരി അങ്ങോട്ട് വേണ്ടതാണ്. ഒരു 100-150 ഗ്രാമിനടുത്ത് മതിയാവും. നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. അതിനകത്തേക്ക് നല്ലപോലെ ഇളകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാര്യങ്ങളും ചേർക്കേണ്ടതുണ്ട്. ഞാൻ ഇത്തിരി കായത്തിൻ്റെ പൊടി അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി അതിനകത്തേക്ക് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് കഴിയുന്നതല്ല, ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഉള്ളി കുറച്ചും കൂടെ മൂത്താലും വിഷയമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവും. നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല നമുക്ക് ചേർത്തിട്ട് ഇനി തീ ഒന്ന് മീഡിയം ഇതിലേക്ക് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കി ഒന്ന് നല്ലപോലെ എന്ത് ചെയ്യണം, ഒന്ന് അതിൻ്റെ കളർ മാറി വരുന്നുണ്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോകാതെ നമുക്ക് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതിങ്ങനെ സെറ്റായി വരും. പച്ചമണം പോയി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പേസ്റ്റും കൂടി വരുമ്പോഴേക്കും നല്ലപോലെ ഇങ്ങനെ കുഴഞ്ഞു വരും. ഇനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിയും ആ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം നമ്മൾ പുളി കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കാൻ, അപ്പോഴാണ് നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. പുളിയും വെള്ളം ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറികൾ വെക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക, പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലതുപോലെ നമ്മൾ ഒന്ന് മസാലയൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ തട്ടിക്കൂട്ടിയിട്ട് നല്ലപോലെ തിള വന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ മീൻ തല രണ്ടും അതിനകത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ എല്ലാം മുള്ളും എല്ലാം പെറുക്കിയിട്ട് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ആ മസാലയൊക്കെ ഒന്ന് എല്ലാത്തിനും ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ചാറിങ്ങനെ എല്ലാത്തിൻ്റെയും പൊക്കത്തൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചാറൊക്കെ ഒഴിച്ചു കൊടുത്ത്
അതിലേക്ക് ആ മസാല ഉള്ളിലേക്ക് തലയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് അത്ര മതി. അങ്ങനെ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കുമ്പോഴേക്കും കണ്ട നല്ല അസലായിട്ട് നല്ല ഇങ്ങനെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചാറ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ചാറ് വറ്റണം. ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അങ്ങ് വറ്റിച്ചെടുക്കും. ഒപ്പം ഇതുപോലെ മസാലയൊക്കെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്ത് അസലായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റുള്ള തലക്കറി റെഡി ആയിട്ടുണ്ട്. ഷാപ്പിലെ കറിയുടെ പോലത്തെ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകിയെടുത്ത് മാറ്റി വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ പൊന്നും ആ ഒരു രക്ഷയില്ല, കിടുക്കാച്ചിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ബൈ. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ഫ്രം ബൈ ചാൻഡ്രിങ്.